അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു കൊടുത്തു. മകനെ മേൽപ്പിച്ചിട്ട് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു. അവൾ അവിടെ നിന്ന് പോയി ബേർഷെബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞു മരിക്കണത് എനിക്ക് കാണാൻ വയ്യെന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, നീ ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക, അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. ദൈവം അവളുടെ കണ്ണു തുറന്നു. വലിയ ഒരു കിണർ അവൾ അടുത്ത് കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ദൈവം ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹാഗാർ ആഗ്രഹിച്ചത് ഒരു തുകൽ സഞ്ചി നിറയെ വെള്ളമാണ്. മരുഭൂമിയിൽ വെച്ച് യാത്ര ചെയ്യുന്ന വേളയിൽ ആ തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നു പോയി. കുട്ടി മരിക്കാറായി. വെള്ളം കിട്ടാതെ ദാഹിച്ച് കുഞ്ഞ് മരിക്കാറായി. കുഞ്ഞ് മരിക്കണത് കാണാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ അവൾ കുറ്റിക്കാട്ടിൽ മാറ്റിക്കിടത്തി. അവൾ കർത്താവിനെ വിളിച്ച് കരയാൻ തുടങ്ങി. വചനം കൃത്യമായിട്ട് പറയാണ്, കുഞ്ഞിൻ്റെ കരച്ചിൽ കർത്താവ് കേട്ടു. അവൾ ആഗ്രഹിച്ച് ഒരു തുകൽ സഞ്ചി നിറയെ വെള്ളം വേണം. കുഞ്ഞിന് അവൾക്കും കുടിക്കാനായിട്ട് ഒരു തുകൽ സഞ്ചി നിറയെ വെള്ളം വേണം. പക്ഷെ കർത്താവ് എന്താ ചെയ്യണത്? കർത്താവ് അവളുടെ കണ്ണു തുറന്നു. അവളുടെ അടുത്ത് അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് സഞ്ചി നിറച്ച് വെള്ളമെടുത്തു, കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ഒരു തുകൽ സഞ്ചി വെള്ളം ഹാഗാർ ആഗ്രഹിച്ചപ്പോൾ, ഇസ്മായിൽ ആ കുഞ്ഞ് ആഗ്രഹിച്ചപ്പോൾ, ദൈവം ഒരു കിണർ തന്നെ ഹാഗാറിന്റെ മുമ്പിൽ തുറന്നു കൊടുക്കുന്ന മനോഹരമായ രംഗമാണ്. ഇനി നമ്മൾ ആദ്യം പഠിച്ച വചനം ഒന്നുകൂടെ നമുക്ക് പറയാം. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഹാഗാർ ആഗ്രഹിച്ചത് തുകൽ സഞ്ചി നിറയെ വെള്ളം. എന്നാൽ കർത്താവ് ചെയ്തു കൊടുത്തതോ ഒരു കിണർ നിറയെ വെള്ളം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഈശോ സക്കേവൂസിനെ വിളിക്കുന്ന മനോഹരമായ രംഗമുണ്ട് ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ. സക്കേവൂസ് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അവൻ ഈശോയെ കാണണം. കാരണം അവൻ ഈശോയെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. അവൻ്റെ അത്ഭുതങ്ങളെ പറ്റി പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കണം. സക്കേവൂസ് കേട്ടിട്ടുണ്ട്. ഇവിടെ ആരാണ് ഈശോ എന്നറിയാൻ വേണ്ടി നേരിട്ട് കാണും. അത്ര സക്കേവൂസ് ആഗ്രഹിച്ചിട്ടുള്ളൂ. അവൻ പോയി സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. ഈശോ അതിലൂടെയാണ് പോകാനിരുന്നത്. കർത്താവ് അടുത്തെത്തിയപ്പോൾ, ആ സിക്കമൂർ മരത്തിനടുത്തെത്തിയപ്പോൾ സക്കേവൂസിനെ നേരെ നോക്കി. സക്കേവൂസിനോട് പറഞ്ഞു, സക്കേവൂസ്, നീ താഴേക്ക് ഇറങ്ങി വരിക, എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസ് ആഗ്രഹിച്ചത് ഈശോയെ അടുത്ത് നേരിട്ട് കാണുക എന്ന് മാത്രമാണ്. പക്ഷെ ഈശോ എന്താ ചെയ്തു കൊടുക്കണത്? നേരിട്ട് കാണാൻ ആഗ്രഹിച്ചവന്റെ കൈയും പിടിച്ചുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് അതിഥിയായിട്ട് പോകും നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇനി ആ വചനം ഒന്നുകൂടെ പറയാവോ? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. സക്കേവൂസ് ആഗ്രഹിച്ചൊന്ന് കാണണം, അത്രയേ ഉള്ളൂ. പക്ഷെ ഈശോ ചെയ്തു കൊടുത്തത് അവൻ്റെ വീട്ടിൽ അതിഥിയായിട്ട് വിരുന്നിന് കർത്താവ് കയറി ചെന്നു. ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ, ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ, വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ളവനായി, ആഗ്രഹമുള്ളവനായി നമ്മുടെ ദൈവം. തളവാത് രോഗിയെ കർത്താവ് പ്രസംഗിക്കുന്ന വീട്ടിലേക്ക് ഏതാനും പേര് കിടക്കയോടടുത്തേക്ക് കൊണ്ടുവരും. വീടിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാതെ വരുമ്പോൾ, ആൾക്കൂട്ട നിമിത്തം പറ്റാതെ വരുമ്പോൾ അവരൊരു കാര്യം ചെയ്യും. വീടിൻ്റെ മുകളിലേക്ക് കയറി മേൽക്കുര പൊളിച്ച് അതിലൂടെ തളവാത് രോഗി കിടക്കയോടെ താഴോട്ടിറക്കും. അവരുടെ വിശ്വാസം കണ്ട് കർത്താവ് തളവാത് രോഗിയോട് പറയും, മകനെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, നീ കിടക്കെടുത്ത് നടക്കുക. ആ തളവാത് രോഗി ആഗ്രഹിച്ചത് അവൻ്റെ സൗഖ്യമാണ്. അവൻ എഴുന്നേറ്റ് നടക്കണം. അവൻ തളവാത്
വിഷാദ രോഗിയാണ്, രോഗസൗഖ്യമാണ് അവൻ ആഗ്രഹിച്ചത്. അവനെ കൊണ്ടുവന്നവരും ആഗ്രഹിച്ചത് ഇവൻ എഴുന്നേറ്റ് നടക്കണം. കുറേ ചികിത്സിച്ചതാണ്, ചികിത്സയൊക്കെ വെറുതെ ആയിട്ട് പോയി. അവർ ഇന്നേ വരെ കിടക്കിൽ എഴുന്നേൽക്കാൻ പോലും പറ്റിയിട്ടില്ല. അവരും ആഗ്രഹിച്ച രോഗസൗഖ്യമാണ്. പക്ഷെ കർത്താവ് കൊടുക്കുന്നത് ആത്മാവിൻ്റെ സൗഖ്യവും ശരീരത്തിൻ്റെ സൗഖ്യം, പാപമോചനം, രോഗസൗഖ്യം. അവൻ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ, അവർ ചോദിച്ചതിനേക്കാളും കൂടുതൽ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ളവൻ നമ്മുടെ ദൈവം. ഒരിക്കൽ കൂടെ വചനം പറയാവും, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഒരുപക്ഷേ പ്രിയപ്പെട്ടവർ, നമ്മൾ ആഗ്രഹിക്കുന്നത് വളരെ കുറവായിരിക്കാം, ചോദിക്കുന്നത് വളരെ കുറവായിരിക്കാം, എന്നാൽ അതിനുമേലെ തരാൻ ആഗ്രഹമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ദാനങ്ങൾ തന്നെ മക്കൾ കൊടുക്കുന്നതിൽ ധൂർത്തനായ പിതാവാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്. ദാനങ്ങൾ, അനുഗ്രഹങ്ങൾ തന്നെ മക്കൾ കൊടുക്കുന്നതിൽ ധൂർത്തനായ ദൈവമാണ് നമ്മുടെ ദൈവം, സ്വർഗത്തിലെ നമ്മുടെ പിതാവ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്, വിശ്വാസം. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശ്വാസത്തോടെ വേണം ചോദിക്കുവാനായിട്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 1-2 വാക്യം, ജ്ഞാനം 1:2. അവിശ്വാസിക്കും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതികാരമായ ഒരുവന് കർത്താവിൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കരുത്. അവിടുത്തെ അവിശ്വസിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു. അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവർ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവർ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. വിശ്വാസത്തോടെ ആരെല്ലാം കർത്താവിന്റെ അരികിലേക്ക് വരുന്നുണ്ടോ, കർത്താവിന്റെ പക്കലേക്ക് വരുന്നുണ്ടോ, അവരൊക്കെ അത്ഭുതമായി അനുഗ്രഹമായിട്ടേ മടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, കടുകുമണിയോട് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് പറഞ്ഞാൽ ദൂരെ പോകും. കടുകുമണിയോട് ഒരു കുഞ്ഞളവ് വിശ്വാസം ഉണ്ടെങ്കിൽ നീ അനുഗ്രഹം സ്വന്തമാക്കി മാറും. ഒരു കാര്യം ഉറപ്പോടെ വിശ്വസിക്കണം, നമ്മുടെ കർത്താവാണ് നമ്മുടെ മുമ്പിൽ ആയിരിക്കണത്. നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിച്ച, നമ്മുടെ ജീവൻ അനുഗ്രഹമാക്കി മാറ്റാൻ കഴിയുന്ന നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കണത് എന്ന് നമ്മൾ ഉറപ്പോടെ വിശ്വസിക്കുമ്പോൾ കർത്താവിന്റെ അനുഗ്രഹം, കർത്താവിന്റെ വലം കൈ നമ്മുടെ ജീവിതത്തിന് മേൽ പ്രകടമാകും. ഹല്ലേലൂയ.